ബെത്സൂറിൽ ഏലീശായുടെ വീട്ടിലേക്ക് പോകുന്നു. ഹെബ്രോൻ റോഡിലേക്ക് തിരിച്ചു ചെന്ന് സ്വൽപ്പം നടന്നാൽ നമ്മൾ മിക്കവാറും തീർച്ചയായി അവരെ കാണും. ദയവായി ഈ 2 പേരായി നടക്കുക. മലമുകളിലുള്ള വഴികളിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഇവിടുന്ന് സോളമിൻ്റെ കുളം വരെ, അവിടുന്ന് ബെത്സൂറിലേക്ക്. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്. അവരുടെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലം ഇതാണ്. ഈശോ 12 പേരോട് പറയുന്നു. സംസാരിക്കുന്നത് ഇടിയന്മാരെക്കുറിച്ചാണെന്ന് വ്യക്തം. അപ്പസ്തോലന്മാരെല്ലാവരും പോകാൻ തയ്യാറെടുക്കുകയാണ്. അവരവർക്കിഷ്ടപ്പെട്ട കൂട്ടുകാരെ ചേർത്ത് നടക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും പിരിയാത്ത ജോണും ആൻഡ്രൂവും കൂട്ടുപിടിക്കുന്നില്ല. കാരണം അവർ 2 പേരും കറിയോത്തുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, നിന്റെ കൂടെ ഞാൻ വരാം. യൂദാസ് മറുപടി പറയുന്നു, ശരി ആൻഡ്രൂ, എൻ്റെ കൂടെ പോരൂ. അതാണെന്ന് കൂടെ നല്ലത്. ജോണേ, നിനക്കും എനിക്കും ഇടയന്മാരെ നേരത്തെ പരിചയമാണല്ലോ. അതിനാൽ നീ വേറെ ആരുടെയെങ്കിലും കൂടെ പോകുന്നതായിരിക്കും ഭേദം. പയ്യൻ എന്നാൽ എൻ്റെ കൂടെ പോരൂ. പത്രോസ് ജോണിൻ്റെ കൂടെ പോകാനായി സബദിപുത്രൻ ജെയിംസിനെ വിട്ടുപോരുന്നു. ജെയിംസ് അനിഷ്ടമൊന്നും കാണിക്കാതെ തോമസിൻ്റെ കൂടെ കൂടുന്നു. തീഷ്ണനെ കൂട്ട് യൂദാസ് തദേവൂസാണ്. അൽഫോയസിൻ്റെ പുത്രൻ ജെയിംസ് മാത്യുവും ഒന്നിച്ചുകൂടി. പിരിക്കാൻ പറ്റില്ലാത്ത ഫിലിപ്പും ബെർത്തലോമിയോയും അങ്ങനെ തന്നെ. കുട്ടി ഈശോയുടെയും മേരിമാരുടെയും കൂട്ടത്തിലാണ്. നല്ല സുഖമായ റോഡ്, കുളിർമയുള്ള കാലാവസ്ഥ, വനങ്ങളും പുൽത്തകിടുകളും കൊണ്ട് ആകെ പച്ചയായിരിക്കുന്ന മലകളുടെ ഇടയിലൂടെയാണ് റോഡ് പോകുന്നത്. പുലർച്ചയുടെ നേരിയ പ്രകാശത്തിൽ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നീങ്ങുന്ന ആട്ടിൻപറ്റങ്ങളെ അവർ കാണുന്നുണ്ട്. മൃഗങ്ങളുടെ മണിയടി കേൾക്കുമ്പോഴെല്ലാം ഈശോ സംസാരം നിർത്തി ചുറ്റും നോക്കുകയാണ്. എന്നിട്ട് ഇടയന്മാരോട് ചോദിക്കുന്നുണ്ട്, ബെത്ലഹേം ഏലിയാസ് അവിടെയുണ്ടോ എന്ന്. എനിക്ക് മനസ്സിലാകുന്നത് ഏലിയാസിനെ ഇപ്പോൾ ബെത്ലഹേമൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നതെന്നാണ്. മറ്റിടയന്മാരും ബെത്ലഹേമിൽ നിന്നുള്ളവരാണെങ്കിലും ഏലിയാസിനെ ന്യായമായോ പരിഹസിച്ചോ എന്തോ ബെത്ലഹേമൻ എന്നാണ് വിളി. എന്നാൽ അവൻ എവിടെയാണെന്ന് ഒരുത്തർക്കും അറിഞ്ഞുകൂടാ. ആട്ടിൻപറ്റത്തെ നിർത്തി അവരുടെ നാടൻ കുഴലൂത്തും നിർത്തിയാണ് അവർ മറുപടി പറയുന്നത്. യുവാക്കളായ എല്ലാ ഇടയന്മാർക്കും അവരുടെ സ്വന്തം ഓടക്കുഴലുണ്ട്. മാർജിയാമിന് അത് കണ്ടിട്ട് ആനന്ദ പാരുവശ്യം. അവസാനം ഒരു വൃദ്ധൻ അയാളുടെ അനന്തരവൻ്റെ ഓടക്കുഴൽ മാർജിയാമിന് കൊടുത്തിട്ട് പറയുന്നു, അവൻ വേറൊന്ന് സ്വന്തമായി തന്നെത്താൻ ഉണ്ടാക്കിക്കൊള്ളും. മാർജിയാം ഓടക്കുഴൽ പുറത്ത് വിലങ്ങനെ വെച്ചുകൊണ്ട് സന്തോഷിച്ച് നടക്കുന്നു. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് തൽക്കാലം അവൻ അറിഞ്ഞുകൂടാ. എങ്കിലും അവരെ കാണുന്നതിന് എനിക്ക് വളരെ താല്പര്യമുണ്ട്, മേരി സന്തോഷത്തോടെ പറയുന്നു. തീർച്ചയായും അവരെ നമ്മൾ കണ്ടുപിടിക്കും. ഈ കാലത്ത് അവർ ഹെബ്രോണിൽ പതിവായി വരുന്നതാണ്. ശിശുവായിരുന്ന ഈശോയെ കണ്ട ഇടയന്മാരുടെ കാര്യം കേട്ടിട്ട് മാർജിയാമിനു വലിയ താല്പര്യം. അവൻ മേരിയോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരവും വിശദീകരണവും ക്ഷമയോടും കാരുണ്യത്തോടും കൂടി മേരി നൽകുന്നുണ്ട്. എന്നാൽ എന്തിനാണ് അവരെ ശിക്ഷിച്ചത്? അവർ നന്മയല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. അവരുടെ കഷ്ടതകളെക്കുറിച്ചെല്ലാം കേട്ട ശേഷം ബാലൻ ചോദിക്കുന്നു. കാരണം ആളുകൾക്ക് വളരെയേറെ തെറ്റ് പറ്റുന്നുണ്ട്. തിന്മകൾ ചെയ്യുന്നവർ വല്ലവരുമായിരിക്കും. അതിന് നിർദോഷികളായവരെ കുറ്റപ്പെടുത്തും. എന്നാൽ അവർ നല്ലവരായിരുന്നതുകൊണ്ടും അവരോട് ചെയ്യപ്പെട്ട തിന്മകളെല്ലാം അവർ പൊറുത്തതുകൊണ്ടും ഈശോ വളരെയേറെ സ്നേഹിക്കുന്നു. എപ്പോഴും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ കൊല്ലപ്പെട്ട അനവധിയായ കുഞ്ഞുങ്ങൾ, അവർക്കെങ്ങനെയാണ് ഹെറോദോസിനോട് ക്ഷമിക്കാൻ പറ്റുന്നത്? അവർ കുഞ്ഞു രക്തസാക്ഷികളാണ്. മാർജിയാം, രക്തസാക്ഷികൾ വിശുദ്ധന്മാരാണ്. അവരെ കൊല്ലുന്നവരോട് അവർ ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്വർഗം തങ്ങളെ കൊന്നവർക്കായി അവർ തുറന്നു കൊടുക്കുന്നു. എന്നാൽ അവരെല്ലാം സ്വർഗത്തിലാണോ? അല്ല, ഇപ്പോഴല്ല. അവർ ഇപ്പോൾ പാതാളത്തിലാണ്. അവിടെ ഗോത്രപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും സന്തോഷ വിഷയമാണവർ. എന്തുകൊണ്ട്? കാരണം രക്തം കൊണ്ട് ചുവന്ന അവരുടെ ആത്മാക്കളുമായി അവർ അവിടെ എത്തിയപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്,
ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. രക്ഷകനായ ക്രിസ്തുവിൻ്റെ മുന്നോടികളാണ് ഞങ്ങൾ. കാത്തിരിക്കുന്ന നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ അവൻ ഇപ്പോഴേ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അവരോട് ഇഷ്ടമാണ്. കാരണം അവർ ഈ നല്ല വാർത്ത കൊണ്ടുചെന്നല്ലോ. ഈശോയുടെ വാക്കും നല്ല വാർത്തയാണെന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഭൂമിയിൽ അത് ആവർത്തിച്ചു പറഞ്ഞ ശേഷം പാതാളത്തിൽ ചെല്ലുമ്പോൾ ഞാനും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോടും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമോ? എൻ്റെ ഓമനക്കുട്ട, നീ എങ്ങും പാതാളത്തിൽ പോവുകയില്ല. എന്തുകൊണ്ട്? കാരണം ഈശോ അപ്പോൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി കഴിയും. സ്വർഗം തുറന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നീട് മരിക്കുന്ന എല്ലാ നല്ല ആളുകളും നേരെ സ്വർഗത്തിലേക്ക് പോകും. ഞാൻ നല്ലവനായിരിക്കും. ഞാൻ വാക്കു തരുന്നു. യോനായുടെ പുത്രൻ സൈമനും പോരട്ടെ. കാരണം 2ാം പ്രാവശ്യവും ഒരു അനാഥക്കുട്ടിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനും അവിടെയായിരിക്കുമെന്ന് തീർച്ചയായും നീ കരുതിക്കൊള്ളൂ. എന്നാലും സ്വർഗത്തിൽ അനാഥ കുട്ടികളൊന്നുമില്ല. നമുക്ക് ദൈവമുണ്ട്. ദൈവം എല്ലാമാണ്. ഇവിടെ ഭൂമിയിൽ നമ്മൾ അനാഥരല്ല. കാരണം ദൈവപിതാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഈശോ പഠിപ്പിച്ച ആ നല്ല പ്രാർത്ഥനയുണ്ടല്ലോ, പകൽ സമയം നീ എന്നെ പഠിപ്പിക്കുന്ന, രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥനയിൽ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. നമ്മൾ സ്വർഗത്തിലെത്തിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ പിതാവും നമ്മളോട് കൂടി ആയിരിക്കുന്നത്? അതോ ദൈവം എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് മകനെ. ജനിക്കുന്ന ഓരോ കുട്ടിയെയും മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വൃദ്ധനെയും അവൻ കാത്തു സൂക്ഷിക്കുന്നു. ഈ നിമിഷത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ലോകത്തിൻ്റെ ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തിൻ്റെ സ്നേഹവും നോട്ടവും അവൻ മരിക്കുന്നതുവരെ അവൻ്റെ മേലുണ്ടായിരിക്കും. അവൻ ഡോറാസിനെ പോലെ ചീത്തയാണെങ്കിലും ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും. ഇത്രയും നല്ലവനായ ദൈവത്തിന് വളരെ ചീത്തയായ ഡോറാസിനെ, എൻ്റെ വയസ്സ് ചെന്ന അപ്പനെ, കരയിപ്പിക്കുന്ന ഡോറാസിനെ സ്നേഹിക്കാൻ കഴിയുമോ? ദൈവം അയാളെ അനിഷ്ടത്തോടും ദുഃഖത്തോടും കൂടിയാണ് നോക്കുന്നത്. എങ്കിലും അയാൾ ദുഃഖിച്ച് മാപ്പപേക്ഷിച്ച് തിരിച്ചു വരികയാണെങ്കിൽ, ധൂർത്തപുത്രൻ അനുതപിച്ച് പിതാവിൻ്റെ പക്കൽ വന്നപ്പോൾ ആ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഡോറാസിനോടും പറയും. അയാൾ മനസ്സു തിരിയാൻ നീ പ്രാർത്ഥിക്കണം. ഓ ഇല്ല അമ്മേ, അവൻ മരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. വികാരത്തള്ളലോടെ കുട്ടി പറയുന്നു. അവൻ്റെ വാക്കുകൾ ദൈവദൂതൻ്റേത് പോലെയൊന്നുമല്ല. എങ്കിലും അവൻ്റെ ആത്മാർത്ഥമായ ദേഷ്യം കണ്ട് എല്ലാവരും ചിരിക്കുന്നു. മേരി ഒരു അധ്യാപികയുടെ മാധുര്യം നിറഞ്ഞ ഗൗരവത്തോടെ തുടരുന്നു. അല്ല മകനെ, നീ ഒരു പാപിയോട് അങ്ങനെ ചെയ്യരുത്. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിന്നെയും ഗൗരവത്തോടെ നോക്കും. നമ്മുടെ അയൽവാസി ചീത്തയാണെങ്കിലും അയാൾക്ക് ഏറ്റവും വലിയ നന്മ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ജീവിതം വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്നോ, ദൈവത്തിൻ്റെ നോട്ടത്തിൽ കൃപക്ക് അർഹരാകാൻ പറ്റിയ അവസരങ്ങൾ അതിൽ നിന്നും കിട്ടുന്നു. എന്നാൽ ഒരാൾ ചീത്തയാണെങ്കിൽ പാപമല്ലേ കിട്ടുന്നത്? അവൻ നല്ലവനാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടി ചിന്താമഗ്നനായിരിക്കുന്നു. ഇത്ര ഉന്നതമായ പാഠം അവന് ഇഷ്ടമാകുന്നില്ല. അവൻ അനുമാനിക്കുന്നത് ഇതാണ്: ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഡോറാസ് നല്ലവനാകാൻ പോകുന്നില്ല. അവൻ അത്ര ചീത്തയാ. ബേത്ലഹേമിലെ കുഞ്ഞു രക്തസാക്ഷികൾ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാലും അവൻ നല്ലവനാകില്ല. നിനക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം അയാൾ വയസ്സായ എൻ്റെ അപ്പനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. കാരണം ജോലി സമയത്ത് അപ്പൻ ഇരിക്കുന്നത് അയാൾ കണ്ടു. അപ്പന് സുഖമില്ലാതിരുന്നതിനാൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അയാൾ അപ്പനെ അടിച്ചു, മരിച്ചവനെ പോലെയാക്കി. എന്നിട്ട് മുഖത്ത് തൊഴിച്ചു. ഞാൻ അത് കണ്ടു. കാരണം ഞാൻ വേലിയുടെ മറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നതിൻ്റെ കാരണം ആരും എനിക്ക് 2 ദിവസമായിട്ട് അപ്പം കൊണ്ടുവന്ന് തന്നില്ല. എനിക്ക് വിശന്നു. എന്നിട്ട് ഞാൻ ഓടിപ്പോയി. അപ്പനെ കണ്ടു. ഞാൻ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. അപ്പൻ്റെ താടിമീശയിലെല്ലാം രക്തം പുരണ്ട് മരിച്ചതുപോലെ നിലത്ത് കിടക്കുന്നു. എൻ്റെ കരച്ചിൽ അയാൾ കേൾക്കാതിരിക്കാനാണ് ഞാൻ ഓടിയത്. അപ്പത്തിനായി ഞാൻ കരഞ്ഞുകൊണ്ട് ഭിക്ഷയാചിച്ചു നടന്നു. എന്നാൽ അങ്ങനെ കിട്ടിയ അപ്പം അവിടെ കിടപ്പുണ്ട്. അതിന് അപ്പൻ്റെ രക്തത്തിൻ്റെയും ഞങ്ങളുടെ 2 പേരുടെയും കണ്ണീരിൻ്റെയും രുചിയാണുള്ളത്. ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരുടെയും കണ്ണീരുമുണ്ടതിൽ.
അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുകയില്ല. എനിക്ക് ഡോറാസിനെ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അടി എന്താണെന്ന് അങ്ങനെ അയാൾ അറിയട്ടെ. അപ്പം കൊടുക്കാതെ അവനെ പട്ടിണിയിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിശപ്പ് എന്താണെന്ന് അയാൾ അറിയട്ടെ. അവനെ വെയിലത്തും ചെളിയിലും മേൽനോട്ടക്കാരൻ്റെ ഭീഷണിയിലും ഭക്ഷണവും ഇല്ലാതെ പണിയെടുപ്പിക്കണം. അപ്പോൾ അവന് മനസ്സിലാകും പാവപ്പെട്ടവന് അവൻ കൊടുക്കുന്നത് എന്താണെന്ന്. അവനെ സ്നേഹിക്കാൻ എന്നെക്കൊണ്ടാവില്ല. കാരണം പരിശുദ്ധനായ എൻ്റെ അപ്പനെ അവൻ കൊല്ലുന്നു. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആരുടെ അടുക്കിലേക്കായിരിക്കും പോകുക? കുട്ടിക്ക് വേദന നിമിത്തം പ്രജ്ഞയറ്റതുപോലെയുണ്ട്. അവൻ കൂവുന്നു, കരയുന്നു, വിറയ്ക്കുന്നു, കൈ ചുരുട്ടി പിടിച്ച് വായുവിൽ ആഞ്ഞടിക്കുന്നു. അടിമകളുടെ മർദ്ദകനെ അവന് ഇടിക്കാൻ പറ്റുകയില്ലല്ലോ. സ്ത്രീകളെല്ലാം വിസ്മയവും ദുഃഖവും നിറഞ്ഞവരായി അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശരിക്കും ദുഃഖത്തിൻ്റെ മോഹാലസ്യത്തിലാണവൻ. അവനൊന്നും കേൾക്കുന്നതേയില്ല. അവൻ അലറിക്കൊണ്ട് പറയുന്നു, എനിക്ക് സാധിക്കുകയില്ല. അവനെ സ്നേഹിക്കാനും അവനോട് ക്ഷമിക്കാനും എനിക്ക് പറ്റുകയില്ല. അവനെ ഞാൻ വെറുക്കുന്നു. എല്ലാവരുടെയും പേർക്ക് അവനെ വെറുക്കുന്നു. അവനെ ഞാൻ വെറുക്കുന്നു. അവൻ്റെ സ്ഥിതി ദയനീയവും പേടിയുളവാക്കുന്നതുമായിരുന്നു. വളരെയധികം സഹിച്ച ഒരു സൃഷ്ടിയുടെ പ്രതികരണം. ഈശോ പറയുന്നു, ഇതാണ് ഡോറാസിൻ്റെ മഹാപാതകം. നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ വിദ്വേഷത്തിലേക്ക് തള്ളിയിടുന്നു. അനന്തരം കുട്ടിയെ ഈശോ കരങ്ങളിലെടുത്ത് അവനോട് സംസാരിക്കുന്നു. മാർജിയ, ശ്രദ്ധിച്ചു കേൾക്കണം. നിനക്കൊരു ദിവസം നിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും കുഞ്ഞനുജൻ്റെയും വൃദ്ധനായ അപ്പൻ്റെയും കൂടെ ചെന്ന് ചേരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ആരെയും വെറുക്കരുത്. വെറുക്കുന്നവർ സ്വർഗത്തിലെത്തുകയില്ല. ഇപ്പോൾ ഡോറാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുകയില്ല അല്ലേ? കൊള്ളാം, പ്രാർത്ഥിക്കേണ്ട. എങ്കിലും അവനെ വെറുക്കരുത്. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമോ? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പുറകോട്ടൊരിക്കലും തിരിഞ്ഞു നോക്കരുത്. എന്നാൽ വേദന സഹിക്കുന്ന അപ്പൻ കഴിഞ്ഞ കാലമല്ലല്ലോ. അത് ശരിയാണ്. എന്നാൽ മാർജിയ, ഇങ്ങോട്ട് നോക്കൂ. ഇതുപോലെ പ്രാർത്ഥിക്കാമോ എന്ന് നോക്കിക്കേ. സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ. ഏറ്റവും നല്ലതായി നിന്റെ പ്രാർത്ഥന ആ പിതാവ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും. നീ ഡോറാസിനെ കൊല്ലുന്നു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നീ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തും. സ്വർഗം നഷ്ടപ്പെടും. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് പോകാൻ പറ്റുകയില്ല. വയസ്സു ചെന്ന നീ വളരെ സ്നേഹിക്കുന്ന വല്യപ്പൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു കുറവുമുണ്ടാവുകയില്ല. നിനക്കതൊന്നും മാറ്റാൻ പറ്റുകയില്ല. നീ തീരെ ചെറുതല്ലേ. എന്നാൽ ദൈവത്തിന് കഴിയും. അത് നീ ദൈവത്തോട് പറയുക. ദൈവത്തോട് ഇങ്ങനെ പറയൂ, വയസ്സായ എൻ്റെ അപ്പനെയും ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടല്ലോ. ഈ കാര്യം നീ ശരിപ്പെടുത്തി തരുമോ? കാരണം നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമല്ലോ. എന്ത്, നിനക്ക് സുവിശേഷം പ്രസംഗിക്കണ്ടേ? എന്നാൽ സുവിശേഷം പഠിപ്പിക്കുന്നത് സ്നേഹവും ക്ഷമയുമാണ്. നിനക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ പറയാൻ കഴിയുമോ? വെറുക്കരുത്, ക്ഷമിക്കണമെന്ന്. നിനക്ക് തന്നെ സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ അത് മറ്റുള്ളവരോട് പറയാൻ പറ്റും? എല്ലാം നല്ല ദൈവത്തിനായി വിട്ടുകൊടുക്കുക. എത്ര നന്നായി അവിടെ നിന്നെല്ലാം നടത്തുമെന്ന് അപ്പോൾ നീ കണ്ടു മനസ്സിലാക്കും. ഇങ്ങനെ നിനക്ക് ചെയ്യാമോ? ചെയ്യാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യാം. ഈശോ ബാലനെ ചുംബിച്ച ശേഷം താഴെ നിർത്തുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അവരുടെ യാത്രയും തീർന്നു. പാറക്കെട്ടുകളുള്ള ആ പ്രദേശം എത്ര ഭംഗിയായിരിക്കുന്നു. പാറ തുറന്നുണ്ടാക്കിയ 3 കുളങ്ങൾ മുകളിലായി ആദ്യത്തേത്, ഏറ്റവും ചെറുത്. അതിൽ നിന്ന് നല്ല നിർമ്മലമായ ജലം രണ്ടാമത്തേതിലേക്ക് വീഴുന്നു. വീണ്ടും ഏറ്റവും വലിയ 3ാമത്തെ കുളത്തിലേക്ക് വീഴുന്നു. ജലസംഭരണികളിൽ നിന്ന് ദൂരെയുള്ള പട്ടണങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ആ പർവ്വത പ്രദേശം മുഴുവൻ അരുവി ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ അടിവാരം വരെ വളരെ ഫലഭൂയിഷ്ടമായ മണ്ണ്. കാഴ്ചക്ക് അതിമനോഹരം. കാട്ടുപൂക്കളെക്കാൾ അധികം തോട്ടത്തിലെ പൂക്കളാണ്. സുഗന്ധവാഹികളായ സസ്യങ്ങളും ഇടകലർന്ന് മനോഹരങ്ങളായ പുഷ്പങ്ങൾ മലകളുടെ ഹരിത പാർശ്വങ്ങളെല്ലാം സുന്ദര ദൃശ്യങ്ങളാക്കിയിരിക്കുന്നു. മനുഷ്യർ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചതാണെന്ന് തോന്നും. വെയിലടിച്ചു കഴിഞ്ഞപ്പോൾ സുഗന്ധവാഹികളായ സസ്യങ്ങൾ
അവയുടെ സൗരഭ്യം ഒന്നും കൂടി ശക്തിയായി പരത്തുകയാണ്. കറുവ, കർപ്പൂരം, ഗ്രാമ്പൂ മുതലായ വീര്യമുള്ള എല്ലാ സുഗന്ധങ്ങളും ഒരുമിച്ച് കൂടി ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരിമളമായിരിക്കുന്നു. പകിട്ടാർന്ന വർണ്ണങ്ങളുടെയും പരിമളത്തിൻ്റെയും കവിത അവിടെ ഉരുത്തിരിയുന്നു. വലിയ വെള്ളപ്പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ എല്ലാവരും ഇരുന്ന് വിശ്രമിക്കുന്നു. വൃക്ഷത്തിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. മണിയുടെ ആകൃതിയിലുള്ള പൂക്കൾ, വലിയ പൂക്കൾ തൂങ്ങിക്കിടക്കുകയാണ്. വായുവിൽ നേരിയ ചലനം മതി അവ ആടുകയും സൗരഭ്യം കൂടുതൽ വീശുകയും ചെയ്യുന്നു. ഈശോ വിളിക്കുന്നതിനാൽ എല്ലാവരും വേഗം അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ജോസഫിനെ ഉടനെ തന്നെ കണ്ടു. അവൻ ചന്തയിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു. അവരെല്ലാം ഇന്നും സന്ധ്യയോടെ ബെത്സൂറിൽ വരും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി വിളിച്ചാണ് എല്ലാവരെയും ഒരുമിച്ച് ശേഖരിച്ചത്. എന്നിട്ട് ഈ തണലിൽ വന്നിരുന്നു. പത്രോസ് പറയുന്നു, എത്ര സുന്ദരമായ സ്ഥലം! ഒരു തോട്ടം പോലെയുണ്ട്. ഇത് പ്രകൃതിയുടേതാണോ മനുഷ്യനിർമ്മിതമാണോ എന്ന് ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങൾ. ചിലർ പറയുന്നത് പ്രകൃതിയുടേതാണെന്ന്, ചിലർ പറയുന്നു മനുഷ്യനിർമ്മിതമാണെന്ന്. തോമസ് പറയുന്നു, യൂദയ രാജ്യത്ത് ഇതുപോലുള്ള അത്ഭുത ദൃശ്യങ്ങളുണ്ട്. എന്തുണ്ടായാലും എളുപ്പം അഹങ്കരിക്കുന്ന കറിയോത്തുകാരൻ ഇപ്പോൾ പുഷ്പങ്ങളും സസ്യങ്ങളും കണ്ട് അഹങ്കാരത്തോടെ പറയുന്നു, ശരിയാണ്, തിബേരിയാസിലുള്ള യോവനയുടെ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് നശിച്ച് കാട് കയറി കുറേ നാൾ കഴിയുകയാണെങ്കിൽ ഗലീലിയ നാട്ടിലും പൂക്കളുടെയും പരിമളച്ചെടികളുടെയും അത്ഭുത ദൃശ്യങ്ങളുണ്ടാകും. സബദി പുത്രൻ ജെയിംസ് തിരിച്ചടിക്കുന്നു, നീ പറയുന്നത് തെറ്റല്ല. ഇവിടെയായിരുന്നു സോളമൻ്റെ പ്രസിദ്ധമായ ഉദ്യാനങ്ങൾ. അയാളുടെ കൊട്ടാരങ്ങൾ പോലെ തന്നെ ലോകം മുഴുവൻ അവയെക്കുറിച്ച് കേട്ടിരുന്നു. ഒരു പക്ഷേ ഇവിടെ വെച്ചാകാം പാട്ടുകളുടെ പാട്ടിനെക്കുറിച്ച് അയാൾക്ക് പ്രചോദനമുണ്ടായത്. വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ഈ തോട്ടത്തിൽ വളർത്തിയ എല്ലാ പൂക്കളെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. സന്തോഷത്തോടെ തദേവുസ് വിളിച്ചു പറയുന്നു, ശരി, നീ പറഞ്ഞത് ശരിയാണ് ഗുരുവേ. അവൻ സഭാപ്രസംഗനിൽ നിന്നുദ്ധരിക്കുകയാണെന്നറിയാമോ? തോട്ടവും നീർത്തടാകങ്ങളും എല്ലാം അവൻ കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞിട്ട് അവസാനം അനുമാനം ഇതാണ്, എന്നാൽ എല്ലാം മായയാണെന്ന് അവന് മനസ്സിലായി. സൂര്യന് താഴെയൊന്നും നിലനിൽക്കുന്നതല്ല. എൻ്റെ ഈശോയുടെ വാക്കുകൾക്ക് മാത്രം മാറ്റമില്ല. ഈശോയുടെ മറ്റേ സഹോദരൻ ജെയിംസ് പറയുന്നു, നിനക്ക് നന്ദി. എന്നാൽ നമുക്ക് സോളമനും നന്ദി പറയാം. പൂക്കൾ അവൻ പിടിപ്പിച്ചതോ അല്ലാത്തതോ ആകട്ടെ, മരുന്നുചെടികൾക്കും മനുഷ്യർക്കും ജലം നൽകുന്ന ജലസംഭരണികൾ തീർച്ചയായും അവൻ പണിയിച്ചവയാണ്. അവ നിമിത്തം അവൻ അനുഗ്രഹീതനാകട്ടെ. നമുക്ക് ആ വലിയ റോസക്കാടിനടുത്തേക്ക് പോകാം. വൃക്ഷത്തിൽ നിന്നും വൃക്ഷത്തിലേക്ക് പടർന്നു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തുരങ്കം തന്നെ അത് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് യാത്ര നിർത്താം. നമ്മൾ പകുതിയോളം പിന്നിട്ടു.